എല്ലാവർക്കും നമസ്കാരം. +2 ബിസിനസ് സ്റ്റഡീസ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട എസ്സേകൾ കഴിഞ്ഞ ഒരു 11 ചാപ്റ്റേഴ്സിലെയും നമ്മൾ 11 ചാപ്റ്റേഴ്സിലെയും ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് മുൻഭാഗത്തെ വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്. ചാനലിൽ +2 ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ആ വീഡിയോസ് എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എസ്സേ ഏതൊക്കെയാണെന്നുള്ളതാണ്. ആദ്യത്തെ എസ്സേ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ബൈ ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ആണ്. ഇപ്പോൾ സാധാരണയായി 8 ചോദിക്കാറ്, പക്ഷെ ഒരു തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്ത് ചോദിച്ചായിരുന്നു. ഇപ്പോൾ സ്കാലർ ചെയിൻ, സെൻട്രലൈസേഷൻ, ഡീസെൻട്രലൈസേഷൻ, അങ്ങനെ ആൻസർ ദി ഫോളോയിങ് പ്രിൻസിപ്പിൾസ് എന്നും പറഞ്ഞിട്ട് ഇതിൻ്റെ പേരെടുത്ത് ചോദിച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് നിങ്ങൾ വേണം പ്രിൻസിപ്പിൾസ് പഠിക്കാൻ. 14 പഠിക്കുന്നതായിരിക്കും നല്ലത്. രണ്ടാമത്തെ പ്ലാനിങ്ങിൻ്റെ ചാപ്റ്ററിലെ സ്റ്റെപ്സ്, പ്ലാനിങ് പ്രോസസ്സ് സ്റ്റെപ്സുകൾ അത് ആ ഓർഡറിൽ തന്നെ പഠിക്കണം. മൂന്നാമത്തെ ഓർഗനൈസിങ് ചാപ്റ്ററിലെ ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും അതിൻ്റെ രണ്ടിൻ്റെയും മെറിറ്റ്സും ഡിമെറിറ്റ്സും സ്യൂട്ടബിലിറ്റിയും പഠിച്ചു വെക്കണം. അത് ഒരവണ സ്യൂട്ടബിലിറ്റിയും ചോദിച്ചായിരുന്നു. ഈ ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും പഠിക്കുമ്പോൾ അതിൻ്റെ ഡയഗ്രാം വിത്ത് പഠിക്കേണ്ടതാണ്. കാരണം ഡയഗ്രാം എടുത്ത് ഒരവണ ചോദിച്ചിരുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻ്റ് ആണ്. 2 ടൈപ്പ് സോഴ്സസ് ആണുള്ളത്. ഇൻറ്റേർണൽ സോഴ്സസും ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സസും ഉണ്ട്. ഈ 2 സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റും പഠിച്ചു വെക്കേണ്ടതാണ്. അഞ്ചാമത്തെ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ. ഈ ഹൈറാർക്കി ഓഫ് തിയറി മോട്ടിവേഷൻ മാസ്ലോസ് നീഡ് ഒരു 5 വർഷം പേപ്പറിൽ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തവണയും നമുക്ക് എന്തായാലും 100% പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഡയഗ്രാം പഠിക്കാൻ മറക്കരുത്. മാസ്ലോൻ്റെ നീഡ് ഹൈറാർക്കി തിയറി പഠിക്കുമ്പോൾ അതിൻ്റെ ആ പിരമിഡ് പോലെ ഇരിക്കുന്ന ഡയഗ്രാം, ഫിസിയോളജിക്കൽ നീഡ് തുടങ്ങി സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് വരെയുള്ള ആ ഡയഗ്രാം പഠിക്കാൻ മറക്കരുത്. പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റലിനെയും ക്യാപിറ്റൽ സ്ട്രക്ചറിനെയും അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതും വർക്കിംഗ് ക്യാപിറ്റലൊക്കെ ഒരു 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2023 കഴിഞ്ഞ വർഷവും ക്യാപിറ്റൽ സ്ട്രക്ചറും ചോദിച്ചിരുന്നു. പിന്നെ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ്, മാർക്കറ്റിംഗ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്, ഇത് രണ്ടും ലാസ്റ്റ് ചാപ്റ്ററിലാണ്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ ചാപ്റ്ററാണ്. അതിൽ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്ക്, മാർക്കറ്റിംഗ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ് അതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. 2 വർഷം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന എസ്സേ ആണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ 2 എസ്സേ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത്രയും എസ്സേകൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കണം.